പശ്ചിമേഷ്യയിലെ സംഘർഷ വാർത്തകളിലേക്കാണ്. സമാധാന ശ്രമങ്ങൾക്കിടെ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ വെടിവയ്പ്. ഒരു മാസം നീണ്ടുനിന്ന വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതോടെയാണ് മേഖലയിൽ സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്നത്. 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക പ്രത്യാക്രമണം നടത്തി. 3 അമേരിക്കൻ പടക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരും. മധു, ഗുഡ് മോർണിംഗ്. ഈ നിലയിൽ ഒരു സമാധാനം ഇനിയും അകലെയാണ് എന്നുള്ള സൂചനകളാണ് അവിടെ നിന്നുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിലത്തെ സാഹചര്യം എന്താണ്? ഗുഡ് മോർണിംഗ് അമൽ, ദിൽന. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 അമേരിക്കൻ നേവി ഡിസ്ട്രോയർ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതോടെയാണ് ഈ മേഖല വീണ്ടും ഒരു യുദ്ധപ്രതീതിയിലേക്ക് ആയിരിക്കുകയാണ്. എന്നാൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ആക്രമണങ്ങളെ തടഞ്ഞു. കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ സൈനികർക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് US സെൻട്രൽ കമാൻഡ് പിന്നീട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പ്രകോപനത്തിന് മറുപടിയായി ഒരു സെൽഫ് ഡിഫൻസ് സ്ട്രൈക്സ് എന്ന നിലയിൽ അമേരിക്ക പ്രത്യാക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഡ്രോൺ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, അതുപോലെ അവരുടെ കമാൻഡ് സെന്ററുകൾ, ഇവയൊക്കെ ലക്ഷ്യമിട്ടായിരുന്നു ഈ അമേരിക്കയുടെ പ്രത്യാക്രമണം. ബന്ദർ അബ്ബാസ്, അതുപോലെ കേഷ് എന്നീ തുറമുഖ നഗരങ്ങൾക്ക് സമീപം ഇറാന്റെ ചില സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ US ആക്രമണം നടത്തിയതായിട്ട് പെന്റഗൺ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ നടത്തിയ ഈ മിസൈൽ ഡ്രോൺ ഈ ആക്രമണത്തെ 3 യുദ്ധക്കപ്പലുകളും അത് ഡിഫെൻഡ് ചെയ്ത് സുരക്ഷിതമായി കടന്നുപോയെന്ന് പിന്നീട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന് വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടെന്ന് ട്രംപ് പറഞ്ഞു. യുദ്ധമുഖത്ത് ഇറാൻ വലിയ വില നൽകേണ്ടി വരും. വൈകാതെ തന്നെ അമേരിക്കയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നതാണ് ഇറാന് നല്ലതെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്ക വെടിനിർത്തൽ ലംഘിച്ചുവെന്നും 2 യുദ്ധക്കപ്പലുകളെ ഹോർമൂസ് കടലിടുക്കിൽ ആക്രമിച്ചതായിട്ടും, അത് മാത്രമല്ല ജനങ്ങൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന ചില പ്രദേശങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയതായിട്ട് ഇറാൻ ആരോപിക്കുകയും ചെയ്തു. ഈ കഷോൻ ദ്വീപിലുണ്ടായ സ്ഫോടനങ്ങൾ ഇറാൻ പറയുന്നത് അവരുടെ ഡ്രോണുകളെ എയർ ഡിഫൻസ് സിസ്റ്റം തടഞ്ഞതുകൊണ്ടുണ്ടായ സ്ഫോടനങ്ങളാണെന്നാണ് പറയുന്നത്. ഈ യുദ്ധം അവസാനിക്കുകയും അതുപോലെ ഇറാനെതിരെയുള്ള ഈ നേവൽ ബ്ലോക്കേഡ് തീർക്കാതെ ഈ ഹോർമൂസ് കടലെടുക്ക് സാധാരണ രീതിയിലേക്ക് മാറില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗരാഗ്ചി പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഹോർമൂസ് കടലെടുക്കിൽ 1500 കപ്പലുകളും 20,000 സൈനികരല്ലാത്ത നാവികരുമാണ് കുടുങ്ങിക്കിടക്കുന്നത്. അമൽ, ദിൽന. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.